ഹായ് ഓൾ, മുഖ്യ ഡോക്ടറിൻ്റെ പോസ്റ്റ് മോർട്ടം പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. ഇന്ന് എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. രാവിലെ തന്നെ ഓണം ആഘോഷിക്കാനുള്ള വക 10 മണിക്ക് മുന്നേ തന്നെ ലഭിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ആരോടും കമൻറ്റ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, ഇതെനിക്ക് വിവാദം ഉണ്ടാക്കാനൊന്നും വയ്യ. ഞാൻ മലയാളിക്ക് എതിരാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ, ഇനി ഇതിനെപ്പറ്റി സംസാരമേ ഇല്ല, വിട്ടുകളാ. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റ് ഇന്ന് മാർക്കറ്റ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇന്നലെ വീഡിയോയിൽ വെരി ക്ലിയർ ഞാൻ അതിൻ്റെ ക്ലിപ്പിംഗ് എടുത്ത് ഗ്രൂപ്പിൽ വിട്ടായിരുന്നു. ഞാൻ എത്ര പേര് കേട്ടു എനിക്കറിയത്തില്ല, കണ്ടവർക്ക് മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഇങ്ങനെ മാർക്കറ്റ് ഇവിടുന്ന് കയറിയതിന് ഒരടിസ്ഥാനവും ഇല്ലാതാണ് കയറിയതെന്ന് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ന്യൂസോ അല്ലെ എന്തെങ്കിലും പോസിറ്റീവ് തിങ്സോ അല്ലെ ലോക്കലി എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ഗുണമുള്ള കാര്യമോ അല്ലെങ്കിൽ ഗ്ലോബലി എന്തെങ്കിലും ഗുണമുള്ള കാര്യമോ ഒരു കാര്യവും നടക്കാതെ മാർക്കറ്റ് ഇങ്ങനെ ഒരു വൺ വേ ഇങ്ങനെ കൊടിമരം പോലെ ഇങ്ങനെ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഫർദറായിട്ട് മാർക്കറ്റ് തിരിച്ചതായിട്ട് ഇറങ്ങി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ പറയും, ഈ വാക്കാ ഉപയോഗിച്ച് ഞാൻ ഈ കയറ്റം വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. അതിന് തെളിവായിട്ട് ഞാൻ പ്രീവിയസ്ലി ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ചാർട്ടിനകത്തിൽ കാണിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ക്ലോസിങ് കിട്ടിയത് എവിടെയാണ്? നമ്മുടെ ബോക്സിലാണ് ക്ലോസിങ് വന്നേക്കുന്നത്. ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് ബോക്സിൻ്റെ ബോട്ടത്തിലാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ഞാൻ പറഞ്ഞിരുന്നു 24,376 ഇതിൻ്റെ മുകളിൽ 15 മിനിറ്റ് നേരം മാർക്കറ്റ് നിന്നെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകൂ എന്ന് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിവേ, അതിനുശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഫ്രഷ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ എന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ ഈ 24,376 എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഇതെന്താണ്, ഇതൊരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആണ്, ഇവിടെ ഈ ഏരിയ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇന്നും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ക്ലിയർ പ്രൈസ് ആക്ഷൻ, റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ള വീഡിയോ കണ്ടവർക്ക് ഇന്നും ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളിട്ട പോള് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ, എത്ര പേരാണ് ആ പോളിനകത്ത് പങ്കെടുത്ത് എഴുതിയതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, 117 പേര് ഓൾറെഡി പ്രോഫിറ്റ് ഈ ഏരിയയിൽ നിന്നും, ഈ റിജക്ഷൻ ക്യാൻഡിൽ നിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്നാണ് ഞാൻ പോളിനകത്ത് കണ്ടത്. എനിവേ, അതിനുശേഷം ഇവിടെ എത്തിയപ്പോൾ ഈ ഇതിനകത്തോട്ട് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാന്യമായിട്ടുള്ളത് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഓണമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. മാർക്കറ്റ് അതിന് ശേഷം വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്തു. പതുക്കെ നടന്ന് മാർക്കറ്റ് എവിടോട്ടിറങ്ങി 24,267 അല്ലേ. ഇവിടെ എത്തിയപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് ക്രൂഷ്യൽ സപ്പോർട്ടാണ്, ഇത് പൊട്ടി താഴോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ബോക്സ് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. മാർക്കറ്റ് അവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്തു. പക്ഷെങ്കിൽ CASൻ്റെ പ്രഭാവം ഇന്ന് വീണ്ടും ഇവിടുന്ന് ഏകദേശം ഒരു 60-70 പോയിൻറ്റിൻ്റെ ഡൗൺ ആണ് ക്ലോസിങ് കിട്ടിയത്. അതായത് നമ്മുടെ ബോട്ടം ഇവിടെയാണ് കിട്ടിയത്. ഓക്കെ, ഇതായിരുന്നു വ്യക്ത ചുരുക്കം. പ്രോഫിറ്റ് എടുത്തവരെ ഞാൻ അഭിനന്ദിക്കുന്നു, പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടവരെ അഭിനന്ദിക്കുന്നു, റിജക്ഷൻ ക്യാൻഡിൽ വീഡിയോ കണ്ടവരെ അഭിനന്ദിക്കുന്നു. എനിവേ, നിങ്ങളുടെ യുക്തം പോലെ നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് വിടുന്നു. ഓക്കെ, ഞാനത് കൂടുതൽ സംസാരിച്ച് വെറുതെ വഷളാക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇന്നലെ ഒരാൾ പറഞ്ഞു, സാർ എനിക്ക് പ്രൊഫഷണലിസം ഇല്ല, എൻ്റെ പൊന്നു കുഞ്ഞുങ്ങൾ, എനിക്ക് പ്രൊഫഷണലിസം ഇല്ല, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയത്തുള്ളൂ, എനിക്ക് പ്രൊഫഷണലായിട്ട് വീഡിയോ ചെയ്ത് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, എനിക്ക് ഇതാണ് എൻ്റെ സംസാര ശൈലി. ഓക്കെ, എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയൂ, ഇനി അതിനൊരു മാറ്റം വരുത്താനും എനിക്ക് പറ്റത്തില്ല, അതൊട്ട് നടക്കുന്ന കേസുമല്ല. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഇനി ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നാളെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US മാർക്കറ്റ് നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം ഒരു ഫ്ലാറ്റ് നോട്ടിലാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കയറി കയറ്റമൊക്കെ അതുപോലെ തന്നെ തിരിച്ചതാണ്. നമ്മളവിടെ ഒരു വര വരച്ചിട്ടുണ്ട്, ആ വരയിലാണ് മാർക്കറ്റ് 24,353 എന്ന് പറയുന്ന ഒരു വരയിലാണ് ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഏകദേശം 24,207
ഓക്കെ, ഇപ്പം 150 പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട്, വലിയ കുഴപ്പമില്ല, ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഇപ്പം നിലവിൽ പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ ഫ്യൂച്ചറും ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ നമ്മളുടെ സ്പോട്ടുമായിട്ട് താരതമ്യം ചെയ്യുവാണെങ്കിൽ ഏകദേശം നമ്മൾ പഠിച്ച രീതിയിലുള്ള ആ ഒരു മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. 150 പോയിൻ്റ്, 180 പോയിൻ്റ്, ചില സമയത്ത് 200 പോയിൻ്റ് വരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു ഹെൽത്തി മാർക്കറ്റായിട്ട് നമ്മൾ കണക്കാക്കുകയും ചെയ്യാം. പക്ഷെങ്കിൽ അതിന് ശേഷം അവസാന നിമിഷം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ നമുക്ക് മന്ത്ലി എക്സ്പയറി ആയിരുന്നു അല്ലേ, മന്ത്ലി എക്സ്പയറി ആയിരുന്നു. ആ മന്ത്ലി എക്സ്പയറിയുടെ അവസാന ദിവസം പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുക, റോൾ ഓവർ ചെയ്യുകയൊക്കെ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിയെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് അവർ രാവിലെ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു രാവിലെ നിങ്ങൾ 15-20 മിനിറ്റ് 30 മിനിറ്റ് നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അതിന് ശേഷം നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. കാരണം രാവിലെ പൊസിഷൻസ് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണും. അതിനനുസരിച്ച് മാർക്കറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നാടി കളിക്കും. അതിന് ശേഷമാണ് മാർക്കറ്റിന് മൂവ്മെൻറ്റ് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് കാത്തിരുന്ന് ട്രേഡ് എടുത്തവർക്ക് ഇന്നൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ, അതിനുശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. ഇന്നലെ എത്ര കയറിയോ അത്രയും തന്നെ മാർക്കറ്റ് ഇറങ്ങി. ഓക്കെ, ഇന്നലെ എത്രയും കയറിയോ, അതായത് ഇന്നലെ ക്ലോസിങ് നമുക്ക് CASൻ്റെ മുന്നുള്ള ക്ലോസിങ് ഇതാണ്. അവിടെ തന്നെ മാർക്കറ്റ് തിരിച്ച് ഇറങ്ങി വന്നു. അതിനുശേഷം വീണ്ടും CS ക്ലോസിങ് വന്നപ്പോൾ താഴെ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് ഇപ്പം നിലവിൽ സംഭവിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം റിലയൻസിനെയും HDFCയും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു ഇല്ലേ. ഇന്ന് നോക്കിയാൽ മനസ്സിലാകും, റിലയൻസ് ഇന്ന് നല്ല രീതിയിൽ നെഗറ്റീവായിരുന്നു. 19 പോയിൻ്റ് റിലയൻസ് ഇടിഞ്ഞു. HDFC ബാങ്ക് ന്യൂട്രലായിട്ട് നിന്ന് ഇവിടെ രാവിലെ അല്ലെങ്കിൽ അല്പമെങ്കിലും ബാങ്ക് നിഫ്റ്റിയെയും പിടിച്ച് നിർത്തിയത് ICICI ബാങ്കാണ്. ICICI ബാങ്കിൽ ഇന്നലെയും ഇന്നുമായിട്ട് നല്ല രീതിയിലൊരു ഒരു പുഷ് കിട്ടി. ആ പുഷിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ടില്ലേ, മോർണിംഗിൽ തന്നെ നല്ലൊരു പുഷ് കിട്ടി. ആ പുഷിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പൊട്ടാതെ ഒരു സിവിയർ ഡ്രാസ്റ്റിക് ഫോളിലേക്ക് പോവാതെ നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയും പിടിച്ചു നിർത്തിയത് ICICI ബാങ്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആക്സിസ് ബാങ്ക് ഉണ്ട്. നമ്മൾ ആക്സിസ് ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നാളെ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ബോക്സിൽ നിന്ന് വീണ്ടും തിരിച്ച് കയറുകയാണെന്നുള്ളത്, വീണ്ടും തിരിച്ച് ഇവിടെ 2 സിനാരിയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ 24,142 വന്ന് സപ്പോർട്ട് എടുക്കും. ഒന്നാമത്തെ കാര്യം അത് ഇല്ല, ഓപ്പൺ ചെയ്ത് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനായിരിക്കും, 24,267. ഈ 2 ലൈനാണ് നാളെ നിഫ്റ്റിയെ എങ്ങോട്ട് നയിക്കും എന്ന് തീരുമാനിക്കുന്ന 2 ലൈനുകളാണിത്. ഒന്ന് 24,267, ഒന്ന് 24,142. ഓക്കെ, ഇതാണ് നമ്മുടെ തലവര. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഒന്നുകിൽ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് ഇതിൻ്റെ മുകളിൽ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോപ്പ് കിട്ടും. ഓക്കെ, ഇല്ല ഇത് ഇവിടുന്ന് നേരെ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 24,142 എന്ന് പറയുന്നത് ഒരു വെരി ക്രൂഷ്യൽ സപ്പോർട്ടായിരിക്കും, വെരി ക്രൂഷ്യൽ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ വാച്ച് ചെയ്യാനുള്ളത്. നാളെയും നിങ്ങൾ റിലയൻസിനെ വാച്ച് ചെയ്യുക, HDFCയും വാച്ച് ചെയ്യുക. ഈ 2 ഇത് മാത്രം. ഇൻഫിയുടെ കാര്യം, അല്ലെങ്കിൽ ഇൻഫി IT സെക്ടർ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ IT സെക്ടറിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നായിരുന്നു. അതായത് വീണ്ടും $1,00,000 H1B വിസയ്ക്ക് കെട്ടിവെക്കണം എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ബാക്കി കൂടുതൽ വിവരങ്ങളൊന്നും വന്നില്ല. $1,00,000 കെട്ടിവെക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ IT കമ്പനികൾ അവരുടെ പ്രൊഫഷണൽസിനെയൊക്കെ ബാധിക്കുന്ന കേസാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ എക്സ്പെൻസ് അവർ ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് IT ബാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ ക്ലിയർ ആയിട്ട് HDFCയും റിലയൻസിനെയും ആണ് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇതാ നോക്കിയാൽ മനസ്സിലാവും, കൃത്യമായിട്ട് നമ്മൾ വരച്ച വരയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ 57,831 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത് CAS പ്രകാരം, 57,554, 381 കിട്ടാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഡ്രാസ്റ്റിക് ഫോൾ ആണെന്നുണ്ടെങ്കിൽ 55,759 വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മിഡ് ക്യാപ്പിൻ്റെ കാര്യം ഇന്നും മേലോട്ട് എത്ര കയറിയോ അത്രയും തന്നെ നേരെ താഴോട്ട് ഇറങ്ങിപ്പോരുന്നു. ഇവിടെ നമുക്ക് ഈ 14,848 ഇതാണ് മിഡ് ക്യാപ്പിൻ്റെ തലവര, ഈ 848. ഓക്കെ, ഈ 848 വന്ന്
സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുമോ, ഇത് പൊട്ടിക്കുമോ എന്നുള്ളത് നോക്കണം. അല്ല മേലോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ 908 ഇതായിരിക്കും നമ്മളുടെ ഒരു മെയിൻ കടമ്പ. ഈ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാലും മിഡ് ക്യാപ്പ് ടെസ്റ്റ് ചെയ്യാനുള്ള, അതായത് സപ്പോർട്ട് എടുക്കാനുള്ള ഈ ഒരു ഏരിയയാണ് ഈ 908 എന്ന് പറയുന്നത്. ഇല്ല ഒരു അപ്സൈഡർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ 15.021 മെയിൻറ്റെയിൻ ചെയ്യണം. എന്തായാലും BSE ഇന്ന് വലിയ ആവേശത്തോടെ മുകളിലോട്ടങ്ങ് പോയ പോലെ തന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നു. വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ പിന്നെ NGയുടെ ഒക്കെ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് NG ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇന്നലെ ഞാൻ തന്ന ലെവലിൽ നിന്നും നല്ല രീതിയിലൊരു അപ്സൈഡ് മാർക്കറ്റ് തന്നു. നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്കുണ്ടായിരുന്നു NGയിൽ. ഈ ലെവലിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തത്. അതിനുശേഷം നല്ലൊരു രീതിയിൽ ഒരു അപ്സൈഡ് നമുക്ക് നാച്ചുറൽ ഗ്യാസിനകത്തിൽ കിട്ടി. ഫർദറായിട്ട് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് മുകളിൽ ഉള്ള ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ളത് ഈ 272. ഈ 272 NG എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്യുക. അതിനുശേഷം താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 228 കിട്ടും. ഇല്ല മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ 278 വരെ വരാനുള്ള സാധ്യതയുണ്ട്. അത് കട്ട് ചെയ്യുകയാണെങ്കിൽ 281. ഒരു ക്രൂഷ്യൽ റെസൻസ് എന്ന് പറഞ്ഞാൽ 284. ഓക്കെ, ക്രൂഷ്യൽ റെസൻസ്. ഓക്കെ, നാച്ചുറൽ ഗ്യാസിൽ അതിൽ നമ്മൾ US ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്രൂഡ് ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്രൂഡിൽ ഇപ്പം വീണ്ടും ഒരു അപ്സൈഡ് ഫോം ആയിട്ടുണ്ട്. എന്തോ ഗ്ലോബലി ഉള്ള കാര്യമാണ്. പക്ഷെ നോക്കിക്കേ, നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ലെവലാണ്. നോക്കിക്കേ, ക്ലിയർ ആയിട്ട് 80.24 വന്നിട്ട് മാർക്കറ്റ് വന്ന് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകണം. ഇന്നലെ നമ്മൾ ഇവിടെയാണ് സംസാരിച്ചത് ഇല്ലേ? ഇവിടെ സംസാരിച്ചു കൃത്യമായിട്ട് അത് നോക്കിക്കുക. നമ്മുടെ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോയി, വീണ്ടും ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും തിരിച്ചു പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും 83.42 കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇത് വെച്ച് വേണം നിങ്ങൾ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാൻ. MCXനേക്കാളും കൂടുതലും നിങ്ങൾക്ക് കൂടുതൽ വഴങ്ങുന്നത് നിങ്ങൾ ക്രൂഡ് ഡോളറിൽ നോക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഓക്കെ, അടുത്തത് ഗോൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് നല്ല രീതിയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊട്ടി താഴെ വരുവാണെന്നുണ്ടെങ്കിൽ 45-48 ഇതൊരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് ഗോൾഡിൻ്റെ. ഇത് പൊട്ടി താഴെ പോവുകയാണെങ്കിൽ നേരെ താഴോട്ട് പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ഗോൾഡിൻ്റെ അവസ്ഥ. അപ്പം ഏറെക്കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.